ഹലോ, നമുക്കൊരു സിമ്പിൾ പുഡിംഗ് റെസിപ്പി ഉണ്ടാക്കിയാലോ? ഇതിന് ബ്രെഡ് പുഡിംഗ് എന്നോ അറേബ്യൻ പുഡിംഗ് എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം കേട്ടോ. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. അതിന് ശേഷം അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. നിങ്ങളെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് കസ്റ്റാർഡ് പൗഡർ അത് മിക്സ് ആക്കുക. പാൽ വെച്ചിട്ടോ വെള്ളം വെച്ചിട്ടോ ഒക്കെ മിക്സ് ആക്കിയിട്ട് അതിലേക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും കേട്ടോ. പിന്നെ അതിലേക്ക് അല്പം വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഫ്രഷ് ക്രീം കുറച്ച് കുറുകാൻ വേണ്ടിയിട്ട് ഞാൻ ഒഴിച്ച് കൊടുത്തതാണ്. എനിക്ക് കസ്റ്റാർഡിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുത്തത്. ഒരു പുഡിംഗ് ട്രേ എടുക്കുക. അതിലേക്ക് ബ്രെഡിൻ്റെ അരികുവശമൊക്കെ കട്ട് ചെയ്ത് ബ്രെഡ് വെച്ച് കൊടുക്കുക. ഫുൾ ഫില്ലായിട്ട് വെക്കണം, ഗ്യാപ്പില്ലാതെ തന്നെ വെക്കണം കേട്ടോ. എന്നിട്ട് നല്ല ചൂടോട് കൂടി തന്നെ ഈ കസ്റ്റാർഡ് ആയി ഒഴിക്കുക. കുറച്ച് മാറ്റി അവിടെ വെക്കണം, നമുക്ക് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ ഫ്രീസ് ചെയ്യാൻ വെക്കണം കേട്ടോ. ആ സമയത്ത് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കുക. വീണ്ടും അടുത്ത ലെയർ വെച്ച് കൊടുക്കുക. ബ്രെഡ് ഗ്യാപ്പില്ലാതെ തന്നെ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ ഇടയിൽ വേണ്ടവർക്ക് നട്ട്സോ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. ഞാൻ ലാസ്റ്റാണ് നട്ട്സ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നല്ല ഗ്യാപ്പില്ലാതെ തന്നെ വെച്ച് കൊടുക്കണം. ഫുൾ ഫില്ലാക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ. വീണ്ടും ആ കസ്റ്റാർഡ് പൗഡർ ഒഴിച്ച് കൊടുക്കുക. വീണ്ടും കുറച്ച് നേരം ഒന്ന് തണുപ്പിച്ചെടുക്കുക. കുറച്ച് നേരം തണുപ്പിച്ചെടുത്താൽ മതി. നട്ട്സിന് പകരം വൈറ്റ് ചോക്ലേറ്റോ എന്ത് വേണമെങ്കിലും യൂസ് ആക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ യൂസ് ആക്കിക്കോളി. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മാറ്റി വെച്ച വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തത് ഒഴിച്ച് കൊടുക്കുക. പിന്നെ 2-3-4 മണിക്കൂർ ഫ്രീസ് ചെയ്യാൻ വെക്കുക. പിന്നെ അധികം തണുപ്പിച്ച് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അധികം നേരം ഫ്രീസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പം തന്നെ സെർവ് ചെയ്ത് കഴിക്കാം കേട്ടോ. പിന്നെ അത് തണുപ്പിച്ച് എടുത്തതിന് ശേഷം ഞാനത് മുകളിൽ റിംഗ് റാപ്പൊക്കെ വെച്ചിട്ടാണ് ഞാനിത് ഫ്രീസ് ചെയ്യാൻ വെച്ചത്. ഞാൻ മുകളൊന്നും കൂടി ഫിനിഷ് ആക്കാണ്, കാണാനൊരു ഭംഗിക്കാണ് കേട്ടോ. വീഡിയോൻ്റെ ഒരു ഭംഗിക്ക് മാത്രമാണ്. എൻ്റെ കയ്യിൽ കാഷ്നട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ഞാനത് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് മുകളിൽ കൂടെ വെതറി കൊടുക്കുകയാണ്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഉണ്ടാക്കി നോക്കി, മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കി. അടിപൊളി നല്ല ടേസ്റ്റി സാധനമാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോണ അടിപൊളി ബ്രെഡ് പുഡിംഗ് എന്നോ അറബിയൻ പുഡിംഗ് എന്നോ നിങ്ങൾക്ക് എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിക്കുക. അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഞാൻ മോൻ്റെ എക്സ്പ്രഷനൊന്നും അറിയാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. അവന് പ്രത്യേകിച്ചൊരു വികാരമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അവനോട് ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചൊരു സൂപ്പറാണെന്നൊക്കെ പറയാൻ പറഞ്ഞിട്ട് ആളൊന്നും പറഞ്ഞൊന്നുമില്ല.